ആർത്തവ സമയത്ത് അമിത രക്തസ്രാവമുണ്ടോ? കാരണം ഗർഭാശയത്തിലെ ഫൈബ്രോയിഡ് ആയിരിക്കാം. ഗർഭാശയത്തിലെ ഫൈബ്രോയിഡ് എന്നാൽ എന്താണ്? നമുക്കൊന്ന് നോക്കാം. ഫൈബ്രോയിഡ് അഥവാ യൂട്രൈൻ ഫൈബ്രോയിഡ് ഗർഭാശയത്തിലെ പേശീകോശങ്ങളിൽ അതിൽ നിന്ന് സാധാരണയുണ്ടാകുന്ന ക്യാൻസർ ഇല്ലാത്ത വളർച്ചയാണ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. ഫൈബ്രോയിഡ് ഗർഭാശയത്തിൻ്റെ പുറത്തേക്കോ ഔട്ടർ സൈഡിലേക്കോ പേശിയുടെ ഉള്ളിലേക്കോ മസിൽസിനുള്ളിലേക്കോ ഗർഭാശയത്തിൻ്റെ ഉള്ളിലെ ഭാഗത്തേക്കോ വളരാം. എല്ലാ ഫൈബ്രോയിഡിനും ലക്ഷണങ്ങൾ ഉണ്ടാകണമെന്നില്ല. എന്നാൽ ചിലരിൽ ആർത്തവ സമയത്ത് അമിത രക്തസ്രാവം, ബ്ലീഡിംഗ് കൂടുക, കൂടുതൽ ദിവസങ്ങൾക്ക് നീണ്ടു നിൽക്കുന്ന ആർത്തവം, താഴെ വയറിലോ അരക്കെട്ടിലോ വേദന അല്ലെങ്കിൽ സമ്മർദ്ദം, ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കേണ്ടി വരുന്ന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാം. ചില ഫൈബ്രോയിഡുകൾ ഗർഭധാരണത്തെ ബാധിച്ചേക്കാം. ഫൈബ്രോയിഡ് ഉണ്ടെന്ന് കേട്ടാൽ ഉടനെ ഭയപ്പെടേണ്ടതില്ല. ചികിത്സ വേണമോ എന്ന് തീരുമാനിക്കുന്നത് ഫൈബ്രോയിഡിൻ്റെ വലിപ്പം, സ്ഥാനം, ലക്ഷണങ്ങൾ, പ്രായം, ഗർഭധാരണ, ആഗ്രഹം തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ചാണ്. ചില ഫൈബ്രോയിഡുകൾക്ക് ചികിത്സ ആവശ്യമേ ഇല്ല. ചിലർക്ക് മരുന്നോ മറ്റ് ചികിത്സകളോ ആവശ്യമായി വരാം. അതിനാൽ അമിത രക്തസ്രാവമോ മറ്റ് ലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കിത് ഷെയർ ചെയ്ത് നൽകുക. കൂടുതൽ ആരോഗ്യ വിവരങ്ങൾക്ക് ഈ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. താങ്ക് യു ആൾ.